Hi, hello. My experience while applying for UPSC exam this year. കാരണം ചെറിയൊരു തലവേദന തന്നെയായിരുന്നു. ഐ എം വിനായക്, ദിസ് ഇസ് UPSC Vault and let me share my story. നിങ്ങൾക്ക് അറിയാവോ എന്നറിഞ്ഞൂടാ, എന്നാൽ ഒരു 4 മാസം മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത എല്ലാവർക്കും നവംബറിൽ EPFO എന്ന് പറയുന്ന എക്സാം ഉണ്ടായിരുന്നു. എന്തോ പ്രൊവിഡൻറ്റ് ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കമ്മീഷണർ അസിസ്റ്റൻ്റ് എന്നൊക്കെയായിരുന്നു പോസ്റ്റ്. എന്നാൽ അതിവിടെ പറയാൻ കാരണം, ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത ആർക്കും ഒന്ന് തൊട്ടേ ഈ UPSC എക്സാമിന് വേണ്ടി ഇപ്രാവശ്യം പ്രിലിംസിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കേട്ടു. സോ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇത്രയും ദിവസം നീണ്ടു നിന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, എനിക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കിട്ടാനും ഉണ്ടായിരുന്നു. സോ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒപ്പിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴും എൻ്റെ മനസ്സിൽ ഇനിയിപ്പം ഒരു 4 സ്റ്റെപ്പും കൂടി ഉണ്ടാകും. ഒരു ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ ഒന്ന് മാറ്റി കൊടുക്കണം, 1/2 മണിക്കൂർ കൊണ്ട് പരിപാടി തീർക്കാമെന്നായിരുന്നു. പക്ഷേ ഞാൻ ഫോട്ടോയുടെ സൈസ് ശരിയാക്കി, എൻ്റെ സിഗ്നേച്ചർ നേരെ ഇട്ട് ഒപ്പിട്ട് പഠിച്ചു, എന്നിട്ട് അതിൻ്റെ സൈസ് മാറ്റി അപ്ലോഡ് ചെയ്തു, ആ ഒരു ലൈവ് ഫോട്ടോവും കൂടി കൊടുത്തു. അപ്പം തന്നെ ഏകദേശം 1 മണിക്കൂറോളം അതിൻ്റെ പിറകെ സ്പെൻഡായി. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ പോയപ്പോഴാണ് കാണുന്നത്, ഓരോ കാര്യങ്ങളും നമ്മൾ കൊടുത്ത ഓരോ ഡീറ്റെയിൽസും വീണ്ടും നമ്മൾ കൺഫേം ചെയ്യണം. അപ്പോൾ വായിച്ച് വന്നപ്പോഴാണ് ഓർത്ത്, ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടു കേട്ടോ. ആ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തപ്പം എഡിറ്റ് പേജിലേക്ക് പോയി. എഡിറ്റൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇവർ പറയണു എല്ലാം ഒന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യണേ. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എല്ലാം ആദ്യം തൊട്ടേ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പേര് ഓക്കെയാണ്, അഡ്രസ്സ് ഓക്കെയാണ്, അങ്ങനെ എല്ലാം വായിച്ച് താഴേക്ക് വന്നപ്പോഴാണ് കാണുന്നത്, ചോദിക്കുകയാണ് നമ്മളോട് ഇവർ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലം വേറെ ഏതെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടോ UPSCയുടെ? ഞാൻ ഓർത്തു, ശരിയാണല്ലോ, EPFO എഴുതിയിട്ടുണ്ടല്ലോ, അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് എഡിറ്റ് കൊടുത്ത് അവിടെ പോയി നോക്കുമ്പോൾ EPFO ഇല്ല. അപ്പോൾ ഓക്കെ, അതില്ലെങ്കിൽ ഇല്ല. തിരിച്ചു വന്ന് നോക്കുമ്പോൾ വീണ്ടും റിവ്യൂ. അപ്പോൾ ആദ്യം തൊട്ടേ വീണ്ടും തുടങ്ങി. അങ്ങനെ ചെയ്ത് വന്ന് അവസാനം ഓക്കെ കൊടുത്ത് ഉള്ളിൽ കയറി നോക്കുമ്പോഴാണ് പറയുന്നത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും പഴയ ഫോട്ടോസിനൊക്കെ എൻ്റെ ഡോക്യുമെൻ്റ് കണ്ടെത്തി അത് അപ്ലോഡ് ചെയ്തു. ആ അപ്ലോഡ് ചെയ്ത ബട്ടൺ കൊടുത്തതും സൈറ്റ് വീണ്ടും റിഫ്രഷായി എന്നോട് വീണ്ടും ലോഗിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോഗിൻ ചെയ്ത് പോയി നോക്കിയപ്പോൾ വീണ്ടും എന്നോട് ഈ കാര്യങ്ങളൊക്കെ രണ്ടാമത് അടിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഡീറ്റെയിൽസൊക്കെ വീണ്ടും ഞാൻ അടിച്ചു കൊടുത്തു. പിന്നെ പ്രിഫറൻസസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അങ്ങനെ കുറേ സമയം ഇരുന്നു. സത്യം പറഞ്ഞാൽ ഒരു തലവേദന പരിപാടി തന്നെയാണ്. പക്ഷെ ആദ്യം തൊട്ടേ തുടങ്ങുന്ന ഒരാളെക്കാളും കുറച്ചും കൂടി അപ്പർ ഹാൻഡ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തായാലും ഒരു 2-3 മണിക്കൂർ അതിൻ്റെ പിറകെ പോയി. പുറത്ത് അക്ഷയയിലൊക്കെ പോയി കൊടുക്കാമായിരുന്നു. പക്ഷെ നമ്മുടെ ഇൻഫർമേഷനൊക്കെ നമ്മൾ 2ാമതും 3ാമതും ഇരുന്ന് റിവ്യൂ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം അത് നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടത്തുള്ളൂ. എന്തായാലും ആ പരിപാടി കഴിഞ്ഞു. ഇനി ആകെ ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ, ഇരുന്ന് പഠിക്കുക. ഈ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് കിട്ടണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളും പോയി അപ്ലൈ ചെയ്യുക, നിങ്ങൾക്കും ഉണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പറയുക. And don't forget to hydrate yourself. Keep on studying, keep on going forward. Time is limited, but it's completely fine. Take care. Have a wonderful day. Bye-bye. See you in the next video. And don't forget, like, share and subscribe. Okay? Bye.